ഈ 15 ലക്ഷം രൂപ ധനസഹായം, 7 സെന്റിൽ 20 ലക്ഷം രൂപയുടെ വീട്, ഈ നിബന്ധനകളിലും പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു അഭിപ്രായ ഏകീകരണം ഉറപ്പായിട്ടും സാധ്യമാകില്ല. ഇത്രയും ആളുകൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട രൂപത്തിൽ എങ്ങനെയാണ് ആ സഹായം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ലല്ലോ. ചില മാധ്യമങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ സാമ്പത്തിക ബാധ്യത 22 കോടിയാണെന്നാണ് പറയുന്നത്. ഇതിൽ പലിശ 7 കോടി ബാങ്കുകൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം, പക്ഷേ ബാക്കി കടം എഴുതിത്തള്ളേണ്ട കേന്ദ്രമാണ് എന്നുള്ള കാര്യം പറയുന്നു. 15 കോടിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന് ഈ ജനം പിരിച്ചു നൽകിയത് 732 കോടി. 732 കോടിയാകുമ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് വേണ്ടി ഓരോ ആളുകൾക്കും 35-45 ലക്ഷം കൊടുത്താലും പിന്നെയും ഉണ്ടാവും ബാക്കി, അല്ലേ? അപ്പോൾ നമ്മൾ ജനം പിരിച്ചു നൽകിയ, നല്ല സമ്പന്നരായവരും സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ പിരിച്ചു നൽകിയ പണം എന്നുള്ളത് 723 കോടിയാണ്. തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ആകെ ബാധ്യത എന്ന് പറയുന്നത് പരമാവധി 400 കോടി മാത്രമേ ആകുകയുള്ളൂ. അപ്പോൾ അതിൽ തൊടാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നതിന് സമയപരിധി പറഞ്ഞു. ശരിയാണ്, ആ സമയപരിധി നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്മേൽ വാദിക്കാം, കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ തുടരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, കേരളം എന്ത് ചെയ്തു എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണോ? അത് ചെയ്യുന്നില്ല. വീടുകളുടെ കാര്യത്തിലും അതിനപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ വളരെ വിശദമായി തന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ജോലിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആൾക്കാണ്, എല്ലാം നഷ്ടപ്പെട്ട ഒരൊറ്റ ആൾക്ക് മാത്രമാണ് തൊഴിൽ നൽകിയിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുക എന്നുള്ളതാണ്.